വേടൻ 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 ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ എവിടെയും വേടനെ പറ്റിയുള്ള വാർത്തകളാണ്. കഴിഞ്ഞ ദിവസമാണ് വേടൻ തന്റെ അടുത്ത റാപ്പിനെ പറ്റി പങ്കുവച്ചത്. റാപ്പിന്റെ പേര് 10 തലയാണെന്നും നായകൻ രാമനല്ല രാവണനാണെന്നായിരുന്നു വേടൻ പറഞ്ഞത്. എന്നാൽ ഇതിന് പിന്നാലെ വേടനെതിരെ നാനാദിക്കിൽ നിന്നും പ്രതിഷേധമുയരുകയാണ്. അതിൽ ലക്ഷ്മികാനത്ത് ഫേസ്ബുക്കിൽ എഴുതിയൊരു കുറിപ്പാണ് ഇപ്പോൾ വൈറലാകുന്നത്. എന്തായാലും ഹിന്ദുക്കൾ ചൊല്ലുന്ന ശിവതാണ്ഡവ സ്തോത്രം രചിച്ച ബ്രാഹ്മണ പാരമ്പര്യമുള്ള രാവണനെ വച്ച് ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കാൻ വന്ന തമിഴ് സുഡാപ്പി വേടൻ എന്ന അവതാരത്തിന് ഇതിലും നല്ലൊരു മറുപടി കൊടുക്കാനില്ല. ലക്ഷ്മികാനത്ത് എഴുതിയ കുറിപ്പ് ഹിന്ദുവിനെ വേട്ടയാടാൻ കച്ചകെട്ടി ഇറങ്ങുന്ന ഓരോ വേടന്മാർക്കും കുറിക്കുകൊള്ളുന്ന തരത്തിലുള്ള മറുപടി കൂടിയാണ്. ലക്ഷ്മിയുടെ കുറിപ്പിലെ ചില വരികൾ ഇപ്രകാരമാണ്: പിന്നെ നിന്റെ കോപ്പ് കേട്ടാണല്ലോ ഈ ഭാരതം രചിച്ച ചക്രവർത്തിമാരുടെയൊക്കെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായത്. മഹാഭാരതത്തിൽ പരാമർശിക്കുന്നതിനനുസരിച്ച് ഭരതന്റെ സാമ്രാജ്യം ഇന്നത്തെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ പൂർണ്ണമായും അഫ്ഗാനിസ്ഥാൻ, പേർഷ്യ, നിന്റെ നാടായ ശ്രീലങ്ക എന്നീ പ്രദേശങ്ങളെയും ഉൾക്കൊണ്ടിരുന്നു. പിന്നെയാണ് നീ 10 തലയിൽ കൂടി കഞ്ചാവും വലിച്ചു കയറ്റി കൊണ്ടുവന്ന് ഉണ്ടാക്കാൻ വരുന്നത്. എന്നിട്ടിപ്പോൾ ഒരു വേടൻ എഴുതിയ രാമായണമാണ് ബ്രാഹ്മണരടക്കമുള്ള എല്ലാ ഹിന്ദുക്കളും പഠിക്കുന്നതും പൂജിക്കുന്നതും. ഒരു മുക്കുവസ്ത്രീയുടെ മകൻ എഴുതിയ മഹാഭാരതത്തിനുള്ളിലുള്ള ഭഗവത്ഗീതയാണ് ഹിന്ദുവിന്റെ ഏറ്റവും വലിയ ആത്മജ്ഞാന മാർഗം. ഒരു കുശവ സ്ത്രീയായ ഇതര എന്ന സ്ത്രീയുടെ മകനായ ഐതരേയനാണ് ഐതരേയ ഉപനിഷത്തിന്റെ ഉപജ്ഞാതാവ്. അതായത് ബ്രാഹ്മണർ പഠിക്കുന്ന ഉപാസിക്കുന്ന വേദങ്ങളുടെ ഭാഗമായ വേദസംബന്ധിയായ വേദങ്ങൾക്ക് അനുബന്ധമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളവയും യജ്ഞങ്ങളെ പറ്റി പ്രതിപാദിപ്പിക്കുന്നവയുമായ അനേകം ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവയെ പൊതുവെ ബ്രാഹ്മണങ്ങൾ എന്നാണ് വിളിച്ചു പോകുന്നത്. ഇന്നിങ്ങനെ നീളുകയാണ് ലക്ഷ്മികാനത്തിന്റെ കുറിപ്പിലെ വരികൾ. നീ ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവരണം, എന്നാലേ ഞങ്ങൾക്കും ഇതൊക്കെ ഹിന്ദുക്കളിലേക്ക് എത്തിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മിയുടെ കുറിപ്പ് അവസാനിക്കുന്നത്. എന്തായാലും കഞ്ചാവ് വലിക്കാരനെ സംരക്ഷിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്ന ലോകത്തിലെ ഒരേ ഒരു പാർട്ടിയാണ് നമുക്കുള്ളത്. ചെഗുവര മുതൽ വേടൻ വരെ. ഇവനെ ചുമക്കുന്നവൻ നാളെ തള്ളി പറയും. കാലമൊന്നിനും കണക്ക് ചോദിക്കാതിരുന്നിട്ടില്ല ഭാരതം സത്യമുള്ള മണ്ണ എന്നാണ് മറ്റു ചിലരുടെ അഭിപ്രായം.